എല്ലാവർക്കും ലിവാൻ കെയറിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ ഡോക്ടർ വൈദ്യാസിൻ്റെ പ്രോഡക്റ്റ് ഇല്ലേ, അത് ഞാൻ രണ്ടാമത്തത് വാങ്ങിച്ചു. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുകയാണേ. അപ്പോൾ പുതിയ ആൾക്കാരാരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ കയ്യിൽ ക്യൂടെക്സ് ഇടണമെന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ക്യൂടെക്സൊക്കെ ഇട്ട് കിട്ടും. ഞാൻ അങ്ങനെ ക്യൂടെക്സ് കയ്യിലിടാത്ത ആളാണ്. എനിക്ക് കാലിലെ വിരൽ മാത്രം ഇടാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് വെറുതെ അങ്ങ് ഇട്ടു. പക്ഷേ ശരിയാണ്, നമ്മൾ അങ്ങനെയൊക്കെ നോക്കി വേണം ചെയ്യാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെ ചക്കാഷ് എന്ന് പറഞ്ഞിട്ട് ടോഫീസ് ഉണ്ട്. പിന്നെ 2 ബോട്ടിൽ പൗഡറുണ്ട്. പിന്നെ ടാബ്ലറ്റ് ഉണ്ട്. 30 ടാബ്ലറ്റാണ് ഉള്ളത്. അപ്പോൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് 30 എണ്ണം ഉണ്ട്. ഇത് കറക്റ്റ് 30 ദിവസം ആകുമ്പോഴത്തേനും തീരും. കണ്ടോ, ഞാൻ ഇന്നൊരെണ്ണം ഇതിൽ നിന്നെടുത്ത് പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. എനിക്ക് ടോഫീസും പൗഡറും ബാക്കിയുണ്ട്. ഗുളികയാണ് കറക്റ്റ് 30 ഡേയ്സിൽ തീർന്നിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് ഓർഡർ ചെയ്തിട്ട് അവരുടെ ഷിപ്പിംഗ് ഡെലിവറിയൊക്കെ ഭയങ്കര ഡിലേ. ഈ കാട്ടുകാരാണ് ചെയ്യുന്നത്. അവരുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ഡെലിവറി ഭയങ്കര പങ്ക്ച്വലാണ്, കറക്റ്റായിട്ടോ 3 ദിവസത്തിനകം കിട്ടും. പക്ഷേ ഈ ഒരു വൈദ്യാസിൻ്റെ പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കര ലേറ്റായിട്ടാണ് കിട്ടിയത്. അത് ആദ്യത്തെ തവണ ഇപ്പോഴത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെയായിരുന്നു. ഇതിന് റേറ്റ് എന്ന് പറയുന്നത് 580 രൂപയാണ്. അപ്പോൾ വണ്ണം വയ്ക്കാനായിട്ട് ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി. അവരുടെ കയ്യിൽ വെയിറ്റ് ലോസിനുള്ളതുണ്ട്, PCOD ഉള്ളതുണ്ട്, PCOSന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ളതുണ്ട്. അപ്പോൾ ഈ വെയിറ്റ് ഗെയിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാർ, PCOD ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനെ ക്യൂർ ചെയ്തിട്ട് വേണം ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഈ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ ഒരു വെയിറ്റ് ഗെയിൻ്റെ മരുന്നുകൾ മെഡിസിൻ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ആദ്യമേ ക്യൂർ ചെയ്തിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ഡിസ്ചാർജിനുള്ള എന്തെങ്കിലും മെഡിസിൻ ഉണ്ടോ എന്നുള്ളത്. എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു അവരുടെ കയ്യിൽ അതിനുള്ളത് ഇല്ല എന്നാണ്. അപ്പോൾ അങ്ങനെ വൈറ്റ് ഡിസ്ചാർജ് ഉള്ള ആൾക്കാരാണെങ്കിൽ അത് ആദ്യമേ ട്രീറ്റ് ചെയ്യും. എനിക്കും ഉണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഞാൻ ഹോമിയോയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോമിയോയോ ആയുർവേദമോ അലോപ്പതി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അതൊന്ന് ക്യൂർ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് കഴിക്കുമ്പോൾ എന്തായാലും ഒരു എഫക്റ്റ് ആവും. അപ്പോൾ എനിക്ക് ഉള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ വെയിറ്റ് കുറഞ്ഞു പോയ ആളാണ്. അത് ഞാൻ ഒരുപാട് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞാനൊരു നാരങ്ങ വെള്ളത്തിൻ്റെ കാര്യം ചൂട് വെള്ളത്തിൽ വെറും വയറ്റിൽ കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അത് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. ഞാനത് കഴിച്ചിട്ടാണ് എൻ്റെ വണ്ണം മുഴുവൻ പോയിട്ടുള്ളത്. വയറുണ്ടായിരുന്നു, ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു. അപ്പോൾ ആ വയറെല്ലാം എന്ന് പറഞ്ഞ് പോയി. അത് പോയിട്ടുള്ളത് ഈ ഒരു ലെമൺ വാട്ടർ കഴിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്നുള്ളവർക്ക് അത് കഴിക്കാം. പക്ഷേ നമുക്ക് ഓക്കെ എന്ന് തോന്നുന്ന ഒരു സമയത്ത് അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് നമ്മൾ ഫുള്ളങ്ങ് പോകും. അപ്പോൾ ഇപ്പം ഞാൻ വണ്ണം വയ്ക്കാനുള്ളതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ അത് മാത്രമല്ല, വെയിറ്റ് കുറയാൻ കാരണം ഉറക്കമില്ലായിരുന്നു. പിന്നെ ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ലായിരുന്നു, ഓവർ ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളെ ഈ ഒരു വെയിറ്റ് ലോസിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് 580 രൂപയാണ് വില കേട്ടോ. നിങ്ങൾ ഹെർബോ ലാബ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അല്ല ഡോക്ടർ വൈദ്യാസ് മെഡിസിൻ എന്ന് പറഞ്ഞ് നോക്കിയാൽ അങ്ങനെയും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക എന്തായാലും. പിന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് ബ്ലഡ് ഭയങ്കര കുറവായിരുന്നു. ഹീമോഗ്ലോബിനൊക്കെ ഒരു 6-7 ലെവലിലൊക്കെ നിന്നിരുന്ന ആളാണ് ഞാൻ. പെട്ടെന്ന് തലയിറങ്ങിയൊക്കെ വീഴുമായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് BP ഭയങ്കര കുറവായിരുന്നു. പിന്നെ മോഷൻ സിക്നെസ് ഉണ്ട്. അതായത് ഒരു അരമണിക്കൂർ പോലും കാറിലാണെങ്കിലും ബസ്സിലൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ വരും. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ഏറ്റുമാനൂർ ഒരു കോട്ടയം വരെ പോയാൽ അങ്ങനെയല്ല, ഒരു 15 മിനിറ്റൊക്കെ യാത്ര ചെയ്താൽ പോലും എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. അത്രയ്ക്ക് വൊമിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയും സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു എനിക്ക്. മോഷൻ സിക്നെസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് എനിക്ക് എന്തായാലും മാറ്റമുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു 2 വീക്സ് മുന്നേ കോട്ടയത്ത് നിന്ന് വാഗമൺ വരെ പോയി, ഇടുക്കി വരെ ട്രാവൽ ചെയ്തു. കാറിലായിരുന്നു. പക്ഷേ ഞാൻ ഛർദ്ദിച്ചേയില്ല. എപ്പോഴാണെങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്ന ആളാണ്. എനിക്ക്
പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നിയില്ല, ടയേർഡൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ എൻ്റെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ ഇത് 3 പാക്കേജാണ്. 3 പാക്കേജാണ്. നമ്മൾ 3 എണ്ണം കഴിക്കണം, 3 തവണ 3 ബോട്ടിൽ കഴിക്കുക. ഞാൻ ഫസ്റ്റ് ബോട്ടിൽ കഴിഞ്ഞു, രണ്ടാമത്തതാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യില്ല കേട്ടോ. ഞാൻ ആദ്യമേ വാങ്ങിച്ച ആ ഒരു പൗഡർ ബാക്കി ഇരിപ്പുണ്ട്. ഈ ഒരു ടോഫീസ് അതും കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അത് തീർന്നിട്ടേ ഞാനിത് ഓപ്പൺ ചെയ്യുള്ളൂ. ഈ ടാബ്ലറ്റ് കറക്റ്റ് 30 days ആണ്. അപ്പോൾ 30 days ആകുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് കഴിയുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലം ഉള്ളവർ, ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ, അവർക്കൊക്കെ അത് മാറും. കോൺസ്റ്റിപ്പേഷനൊക്കെ പെട്ടെന്ന് മാറും. ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് അതിൽ നിന്ന് ഒരു നല്ല ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നമ്പർ തരാം, നിങ്ങൾക്ക് നേരിട്ട് അവരോട് വാട്സപ്പിൽ സംസാരിക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അവർ കറക്റ്റായിട്ട് ചിലപ്പോൾ റിപ്ലൈ ഒക്കെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ തരുള്ളൂ. ഞാൻ മെസ്സേജ് അയക്കുമ്പോഴും കറക്റ്റായിട്ടൊന്നും റിപ്ലൈ ഒന്നും കിട്ടാറൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചാലും എന്നെപ്പോലെ തന്നെയായിരിക്കും. നമുക്കങ്ങനെ യൂട്യൂബിൽ നിന്ന് അയക്കുന്നതാണ് അങ്ങനെയുള്ളതൊന്നുമില്ല. എല്ലാവർക്കും ഒരുപോലെയൊക്കെ തന്നെ റിപ്ലൈ തരുള്ളൂ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഓൺലൈൻ സൈറ്റിൽ കയറി വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ ഇവരോട് വാട്സപ്പിൽ ഇവരോട് നേരിട്ട് പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ മെഡിസിൻ ഓർഡർ ചെയ്യാം. ഞാൻ അങ്ങനെയാണ് സംസാരിച്ചത്. അവരോട് വാട്സപ്പിൽ കുറച്ച് നേരം സംസാരിച്ചു, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫീഡിങ് മോംസൊക്കെ ഫീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഞാനും ഫീഡ് ചെയ്യുന്ന ആളായിരുന്നു, ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫീഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് കുഴപ്പമില്ല, കഴിക്കാമെന്നാണ്. പക്ഷേ ഡിപ്പെൻസ് നമ്മുടെ കുഞ്ഞിൻ്റെ ഏജ് അനുസരിച്ചിരിക്കും. അതായത് അവരുടെ കൊച്ചിൻ്റെ ഏജ് ചോദിച്ചു, അപ്പോൾ 2 വയസ്സായിരുന്നു. അപ്പോൾ ആ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിലും താഴെയുള്ള ഏജ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് വാങ്ങിക്കുക. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് വേറെയും വെയിറ്റ് ഗെയിൻ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. നമുക്കത് ചെയ്യാം. എനിക്ക് എന്ന് വെച്ചാൽ ഈ വെയിറ്റ് വയ്ക്കുക എന്നുള്ള പ്രോബ്ലം മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഹീമോഗ്ലോബിൻ കുറവ്, BP കുറവ്, കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം, ഡൈജഷൻ ഒട്ടുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചില സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എനിക്ക് വോമിറ്റ് ചെയ്യാൻ വരും. പിന്നെ വയറിൽ ഗ്യാസ് കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഒരു സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റത്തില്ല, അപ്പോൾ വോമിറ്റ് ചെയ്യാൻ വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്നവർക്കാണെങ്കിലും നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം, അപ്പോൾ ഒരിടത്തും പോകാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞതും കുറേ അന്വേഷിച്ചിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാനൊരു ബോട്ടിൽ കഴിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. എനിക്ക് ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഫുള്ള് ആയുർവേദിക്കാണ്. നിങ്ങൾ സൈറ്റിൽ കയറി നോക്കുക, ചെക്ക് ചെയ്യുക. ഫുള്ള് ഈ ഒരു മെഡിസിൻ എടുത്തിട്ട് അതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ചെക്ക് ചെയ്യുക. എന്നിട്ട് ഡോക്ടർ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. നിങ്ങളുടെ എന്താണോ പ്രോബ്ലം അത് അവരോട് സംസാരിക്കുക. അവർ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഇത് ടോഫീസാണ്. അതായത് മുട്ടായി പോലെ ആയുർവേദ സംഭവങ്ങളാണ് കേട്ടോ. ഇത് അങ്ങനെ മുട്ടായി പോലെ വായിലിട്ട് ചുമ്മാ ചവച്ച് കഴിച്ചാൽ മതി. അതാണിത്. പിന്നെ ഇത് പൗഡർ, ഇത് നമ്മുടെ ത്രിഫലയുടെ അതേ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് മധുരം കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാനുള്ളതാണ്. ഇത് ഗുളിക. അപ്പോൾ ഗുളിക ഞാനിത് പുതിയ ഗുളിക ഞാൻ പൊട്ടിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പച്ച കളറാണ് ഗുളികയ്ക്ക് കേട്ടോ. ഇതാണ് ക്യാപ്സൂളാണ് കേട്ടോ. ഇതാണ് ഗുളിക. ഇത് 30 എണ്ണം ഉണ്ട്. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ഫസ്റ്റ് പാക്ക് തീർന്നു കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്യരുത്. തീരാറാകുമ്പോൾ ഒരു 5 ദിവസം മുന്നെങ്കിലും, അതായത് 25 ടാബ്ലറ്റോ അല്ലെങ്കിൽ 23 ടാബ്ലറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഓർഡർ ചെയ്യണം. എന്നാലേ നമുക്ക് ഇത് കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസമെങ്കിലും കിട്ടുള്ളൂ. ഭയങ്കര ഡിലേ ആണ് ഇവരുടെ ഡെലിവറി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ ഒരാഴ്ചയോളം ഞാനിത് കഴിച്ചിട്ടില്ല ഈ ഒരു ടാബ്ലറ്റ്. മറ്റത് 2 ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ഡിലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടുത്തത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു നമ്മുടെ ഡോക്ടർ വൈദ്യാസിൻ്റെ മെഡിസിനെ കുറിച്ചുള്ള
ഡീറ്റെയിൽസ് എന്ന് പറയുന്നതൊക്കെ ഇൻവോയ്സ് ആട്ടോ ഇതിൻ്റെ, ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ. അപ്പോൾ എനിക്കെന്തായാലും ഒരു പാക്കേജും ഒരു ബോട്ടിലും കൂടി വാങ്ങിക്കണം എന്തായാലും, അപ്പോഴേ എൻ്റെത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ വെയിറ്റ് വെച്ചതായിട്ട്? അപ്പോൾ പിന്നെ ഇത്രയൊക്കെ ഉള്ളത്തെ കാര്യങ്ങളെന്ന് പറയുന്നത്, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നലത്തെ വീഡിയോസിലൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഞാനതൊക്കെ കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. നമുക്ക് വേറെ വീഡിയോയിലൂടെ വീണ്ടും കാണാം. പിന്നെ വേറൊരു കാര്യം കൂടെ, സോറി കേട്ടോ, ഇന്നലത്തെ വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നൊക്കെ. മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, ഇപ്പോഴും മേക്കപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സീറം ഇട്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, പിന്നെയെന്ന് വെച്ചാൽ എന്താ പ്രൈമർ ഞാൻ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴോ അങ്ങനെയൊക്കെയാണ്. പ്രൈമർ ശരിക്കും ഉപയോഗിക്കുന്നത് നല്ലത്, നമ്മുടെ കയ്യിലൊരു പ്രൈമർ എന്തായാലും വെക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ മേക്കപ്പൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു യൂത്ത്ഫുള്ളായിട്ടുള്ള ഒരു ലുക്ക് കിട്ടും നമുക്ക്. പിന്നെയെന്ന് വെച്ചാൽ മേക്കപ്പ് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. കുറച്ച് ഉപയോഗിച്ചാൽ മതി, സ്കിൻ നല്ല ഗ്ലോ ആയിരിക്കും. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പ്രൈമർ ഉണ്ട്, സൂപ്പറാണ്. കുറേ അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ, പർപ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും തരാം. അടിപൊളി പ്രൈമറാണ്. പിന്നെ എനിക്കൊരു കോമ്പാക്ട് പൗഡർ ഉണ്ട്, ഞാനത് എപ്പോഴും യൂസ് ചെയ്യാറില്ല, ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ സാധാ ടാൽക്കം പൗഡർ തന്നെ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന കോമ്പാക്ട് ഇതാണ്, ഫിറ്റ്മിയുടെ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ പ്രൈമറിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേറെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.